കൊച്ചി നഗരത്തിൽ റിട്ടയർഡ് അധ്യാപികയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൂണേക്കര സ്വദേശി വനജയാണ് മരിച്ചത്. വീട്ടിനുള്ളിൽ കിടക്കയിൽ രക്തം വാർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ആൻമരിയ സണ്ണി പൂണേക്കരയിലെ ഈ വസതിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ ആൻമരിയ, ഈ ടീച്ചർ എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ഇപ്പോഴും സർവീസിലുണ്ടോ? അത് റിട്ടയർഡ് അധ്യാപികയാണല്ലേ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? റിട്ടയർഡ് അധ്യാപികയാണ്. 70 വയസ്സുണ്ട് വനജയ്ക്ക്. ഇന്നലെ പകൽ മുഴുവൻ വനജ ഒറ്റയ്ക്കായിരുന്നു. വനജയുടെ ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുൻപ് മരിച്ചിരുന്നു. അതിനുശേഷം സഹോദരിയുടെ മകളുടെ ഒപ്പമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സഹോദരിയുടെ മകളും അതോടൊപ്പം തന്നെ ഭർത്താവുമാണ് ഈ വീട്ടിലുള്ളത്. ഇന്നലെ പകല് മക്കൾ രണ്ടുപേരും ജോലിക്ക് പോയിരുന്നു. പിന്നീട് ഈ വനജ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നീട് 9:30 കൂടിയാണ് ഇവർ തിരിച്ചെത്തുന്നത്. ഇവർ തിരിച്ചെത്തി കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഹാളിനോട് ചേർന്ന് കിടക്കുന്ന ആ കിടപ്പുമുറിയിൽ രക്തം വാർന്ന നിലയിലാണ് മരിച്ച നിലയിൽ കണ്ടത്. പിന്നീട് തൊട്ടടുത്ത്, ഇത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ഇവിടെ തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. തൊട്ടടുത്തുണ്ടായിരുന്ന വീട്ടിലേക്ക് പറയുന്നു. അവിടെ 2 സ്ത്രീകളെ കൂട്ടി ഇവർ മുറിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ മരിച്ചിരുന്നു. പിന്നീട് എളമക്കര പോലീസിനെ വിവരം അറിയിച്ചു. നിലവിൽ പോലീസ് എല്ലാം ഇവിടെയുണ്ട്. മൃതദേഹം ഇവിടുന്ന് മാറ്റിയിട്ടില്ല. രാവിലെ അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. മൃതദേഹത്തിൽ മുഴുവൻ ചില മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അതോടൊപ്പം തന്നെ രക്തം വാർന്ന നിലയിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ മൃതദേഹം കിടന്നിരുന്നതിന്റെ തൊട്ടടുത്തായിട്ട്, കിടക്കയിലാണ് മൃതദേഹം കടന്നിരുന്നത്, അതിന് തൊട്ടടുത്തായിട്ട് ഒരു കത്തിയും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ മരണകാരണം എന്നത് അടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ട്. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. അസ്വാഭാവിക മരണത്തിന് എളമക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൃത്യമായിട്ട് മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. ഇന്നലെ ആ സമയത്തുണ്ടായിരുന്ന ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നതിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളാണ്. ആദ്യം ചേച്ചിയെയാണ് വിവരം അറിയിക്കുന്നതെന്ന് തോന്നുന്നു, അല്ലെ? എന്താ സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് അവർ ജോലി കഴിഞ്ഞ് വന്നതാണ്, അനിയത്തിരെ മകളും കൊണ്ട്. അതിനുശേഷമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കണമെന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. എൻ്റെ വൈഫിനെയും തൊട്ടപ്പുറത്തെ ചേച്ചിനെയാണ് വിളിച്ചത്. രണ്ടുപേരും കൂടെ ചെന്ന് നോക്കിയപ്പോൾ പൾസുമില്ല, ആള് ഡെഡായി കിടക്കണം. ശരിക്കും വീണ്ടൊന്നും ശരിക്ക് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ബ്ലഡിൽ കുളിച്ചാണ് കിടക്കുന്നത് ശരിക്ക് ഫുള്ളായിട്ട്. അങ്ങനെയാണ് കണ്ടത്. അപ്പം തന്നെ അസോസിയേഷൻ്റെ സെക്രട്ടറി വന്നു. ഞാൻ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പെട്ടെന്ന് തന്നെ പോലീസ് വന്നു. അതിനുശേഷം SP എല്ലാവരും വന്നായിരുന്നു. രാത്രി എല്ലാവരും വന്നു. അവർക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റിയിട്ടില്ല എന്താണെന്നുള്ളത്. എന്തായാലും കണ്ട ഒരു ഭീകര ദൃശ്യമായിരുന്നു. ബ്ലഡ് സാധാരണ കൈ മുറിച്ചിട്ട് ഇങ്ങനെ ബ്ലഡ് പോയത് മാതിരിയല്ല. ബ്ലഡ് അവര് പറൂരൊരു സ്കൂളിലായിരുന്നു നേരത്തെ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 70 വയസ്സോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കാലം മുമ്പ് അസുഖബാധിതയായി കുറേ നാൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു. അതിനുശേഷം അനിയത്തിരെ മകളും ഹസ്ബൻഡും കൂടെ താമസം തുടങ്ങിയത്. അതിനു മുമ്പ് അവർ ഒറ്റയ്ക്കായിരുന്നു താമസം. എന്തായാലും കൃത്യമായിട്ടുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. പ്രാഥമിക പരിശോധനയിൽ പോലീസ് കൈഞ്ഞരമ്പ് മുറിച്ചും അതാണോ മരണകാരണം എന്നൊരു സംശയത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്. പക്ഷേ അതിലും ഒരു ദുരൂഹത നിൽക്കുന്നത് ഈ ശരീരത്തിൽ ചില മുറിവുകൾ കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ കത്തി അടുത്ത കട്ടിലിനോട് ചേർന്ന് കിടക്കുന്നത്, അത് കൈഞ്ഞരമ്പ് മുറിച്ചതാണോ എന്ന് പറയുമ്പോഴും ഈ ശരീരത്തിലെ ചില മുറിവുകൾ അത് പോലീസിന് ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ആൻമരിയ, ഈ ടീച്ചറിൻ്റെ കൂടെ താമസിക്കാൻ അവിടെ ആരുമില്ല, തനിച്ചായിരുന്നു താമസം. ആ വിവരങ്ങൾ കൂടി നമുക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചിരുന്നു. പിന്നീട് സഹോദരിയുടെ മകളും അതോടൊപ്പം തന്നെ ഭർത്താവുമാണ് ഈ വീട്ടിലുള്ളത്. ടീച്ചർക്ക് മക്കളില്ല. ഈ 2 പേരുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ ഇവർ ജോലിക്ക് വേണ്ടിയിട്ട്, ഈ 2 പേരും, സഹോദരിയുടെ മകളും അതോടൊപ്പം തന്നെ ഭർത്താവും ജോലിക്ക് വേണ്ടിയിട്ട് പുറത്തു പോയിരുന്നു. പിന്നീട് ടീച്ചർ പകൽ മുഴുവനും തനിച്ചാണ് സാധാരണ നിലയിൽ കാണപ്പെടാറുള്ളത്. ഇന്നലെയും അതുപോലെ തന്നെ സമാനമായിട്ട് തനിച്ചായിരുന്നു. 9:00 കൂടിയിട്ടാണ് ഈ മക്കൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്. പിന്നീട് മക്കൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ആളുകളെയൊക്കെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് പോലീസ് എത്തിയിട്ടുണ്ട്. നിലവിൽ പോലീസ് ഇവിടെയുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കുറച്ച് നാളുകൾക്ക് മുൻപ് ചില അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സ തുടരുകയാണ്. ഇനി ഇതിലുള്ള മനോവിഷമമാണോ മരണകാരണം, ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നോ എന്നതൊക്കെയാണ് ഇനി അറിയാനായിട്ടുള്ളത്. അല്ലെ, പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിവരം കൂടി പറയൂ.
SK, ഇന്നലെ തന്നെ SP അടക്കമുള്ള ആളുകൾ ഇന്നലെ 10 മണിയോടുകൂടി തന്നെ 9:30ക്കാണ് ഇവർ തിരിച്ചു വീട്ടിലെത്തി ഈ മൃതദേഹം കാണുന്നത്. പിന്നീട് 10 മണിയോടുകൂടി തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള എളമക്കര പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിന്നീട് SP ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പ്രാഥമികമായിട്ടുള്ള പരിശോധനകളെല്ലാം നടത്തി. ഈ പരിശോധനയിലാണ് ഈ മൃതദേഹത്തിന്റെ അരികിൽ നിന്നും കത്തി കണ്ടെത്തിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ മൃതദേഹത്തിലെ ചില മുറിവുകളും കണ്ടെത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ എന്തെങ്കിലും ഒരു മോഷണ ശ്രമത്തിനിടയിൽ ഉണ്ടായിരിക്കുന്നതാണോ എന്നൊരു സംശയം പോലീസ് ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ ശരീരത്തിൽ നിന്ന് സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടതായിട്ട് പോലീസ് കണ്ടെത്തിയിട്ടില്ല. മറ്റ് ശ്രമങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ ഒരു നിഗമനം പിന്നീട് മാറ്റി നിർത്തിയതിനു ശേഷമാണ് ഈ കത്തി കണ്ടെത്തിയതും അതോടൊപ്പം തന്നെ ഈ കൈഞ്ഞരമ്പ് മുറിഞ്ഞ രീതിയിലും കാണുന്നത്. അങ്ങനെയാണ് കൈഞ്ഞരമ്പ് മുറിച്ചത് മരണത്തിലേക്ക് കടക്കുകയാണോ എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത്, എളമക്കര പോലീസ് പറയുന്നതനുസരിച്ചാണ് എങ്കിൽ അതിൽ ഇൻക്വസ്റ്റ് നടപടികൾക്കും പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം, പോസ്റ്റ്മോർട്ടം നടപടി ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഉണ്ടാകും, അതിനുശേഷമായിരിക്കും കൃത്യമായിട്ടുള്ളൊരു ഉത്തരം അതിനകത്ത് മരണകാലത്തെ സംബന്ധിച്ച് കിട്ടുകയുള്ളൂ. ഇന്നലെ തനിച്ചായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കുറെ നാളുകളായിട്ട് ഇവർ തനിച്ചാണ്. രാത്രി മാത്രമാണ് ഈ ജോലിക്ക് പോയിട്ടുള്ള ആളുകൾ തിരിച്ചെത്തുന്നത്. ചെറിയ രീതിയിലുള്ള മനോവിഷമ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്നതായും ഈ അയൽവക്കത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ റിട്ടയർഡ് അധ്യാപകർ കുറച്ച് നാളുകൾക്ക് മുൻപാണ് റിട്ടയർഡ് ആകുന്നത്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആയിട്ടാണെങ്കിൽ പോലും വളരെയധികം സൗഹൃദം പുലർത്തുന്ന ആൾ കൂടിയാണ് ടീച്ചർ. പറവൂർ ഒരു സ്കൂളിലാണ് അവർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് അധ്യാപിക ആയതുകൊണ്ട് തന്നെ കുട്ടികളോട് ആണെങ്കിൽ പോലും ഇവിടെയുള്ള നാട്ടുകാരോടൊക്കെ ആണെങ്കിൽ പോലും വലിയ തരത്തിലുള്ള സൗഹൃദം ഉണ്ടായിരുന്നു. ഈ റെസിഡൻസിലെ പല കാര്യങ്ങളിലൊക്കെ ഓടി നടന്നിരുന്ന ആളാണ്. പിന്നെ പെട്ടെന്ന് അസുഖം ബാധിക്കുന്നു. അസുഖം ബാധിച്ചതിനെ തുടർന്ന് കുറച്ച് നാളുകളായിട്ട് ചികിത്സയിലൊക്കെ ആയിരുന്നു. അതിനുള്ളൊരു മനോവിഷമവും ഈ ആത്മഹത്യ രീതിയിലേക്ക് കടന്നിട്ടുണ്ടോ എന്നൊരു സംശയം ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം പ്രാഥമികമായിട്ടുള്ള അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ടുള്ള എളമക്കര പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. SK. ഓക്കെ, താങ്ക് യു. ആൻമരിയ സണ്ണിയാണ് വിവരങ്ങൾ നൽകിയത്. പൂണേക്കര റിട്ടയർഡ് അധ്യാപികയെ മരിച്ച നിലയിൽ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത ഈ പ്രഭാതത്തിൽ വരുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ടീച്ചറാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അധ്യാപിക പറവൂരിലെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. വനജ ടീച്ചറാണ്. അവർക്ക് 70 വയസ്സ് പ്രായമുണ്ടായിരുന്നു. എന്നാലും പ്രതീക്ഷ നഗർ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരിയാണ് വനജ ടീച്ചർ. വീട്ടിലുള്ള കിടക്കയിലാണ് രക്തം വാർന്നവരെ കണ്ടെത്തിയത്. നിർഭാഗ്യകരമായ സംഭവമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.